It's me JKK from JKK for you. ഒരു ലോങ് പെൻഡിങ് മൂവി റിവ്യൂ ആണ് സർവമായ. ഈ വർഷം 2026 ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ കണ്ട സിനിമയാണ്. ഇത് കഴിഞ്ഞ വർഷം 2025 ക്രിസ്മസ് റിലീസായിട്ട് ഇറങ്ങിയ സിനിമയാണ്. ഞാൻ ഈ സിനിമ ഈ വർഷം ജനുവരിയിലാണ് തിയേറ്റേഴ്സിൽ കാണുന്നത്. ഓക്കെ, തിയേറ്ററിൽ കണ്ട സിനിമയാണ്. നമുക്ക് റിവ്യൂവിലേക്ക് ഒന്ന് പോവാം. സർവമായ, written and directed by Akhil Satyan, camera Sharan Velayudham, editor Akhil Satyan plus Redin Radhakrishnan, music Justin Prabhakaran, production company is Firefly Films and Akhil Satyan Films, distribution Central Pictures. നമുക്ക് കാസ്റ്റിംഗിലേക്ക് പോവാം. നിവിൻ പോളി, പ്രഫേന്ദു എൻ നമ്പൂതിരി, പ്രഫേന്ദു ഇന്ദു, റിയ ഷിബു, മായ മാത്യു മഞ്ഞൂരാൻ അല്ലെങ്കിൽ ഡെലേലു, അജു വർഗീസ്, രൂപേഷ് നമ്പൂതിരി, ജനാർദ്ദൻ പ്രഹ്ലാദൻ വലിയച്ഛൻ, രഘുനാഥ് പലേരി, നീലകണ്ഠൻ നമ്പൂതിരി ഫാദർ, മധു വാര്യർ, ദീപാകരൻ നമ്പൂതിരി ബ്രദർ ക്യാരക്ടറാണ്. പ്രീതി മുകുന്ദൻ, സാദ്യ, അൽതാഫ് സലീം ഉണ്ട് ഡെലിവറി ബോയ് ആയിട്ട്. പിന്നെ ജയാക്കുറുപ്പ്, രൂപേഷിൻ്റെ മദർ. രൂപേഷ് മീൻസ് നമ്മുടെ അജുവിൻ്റെ മദർ, ജയാക്കുറുപ്പ്. പിന്നെ ഗസ്റ്റുകളായിട്ട് അൽഫോൻസ് പുത്രനുണ്ട്. പിന്നെ അൽഫോൻസ് പുത്രൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഡോക്ടർ റാഫേൽ എന്നാണ്. പിന്നെ പ്രിയ പി വാര്യറുണ്ട് ഗസ്റ്റ് റോൾസ്. പിന്നെ ഫ്ലാഷ് ബാക്കിൽ വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്: വിനോദ് മാത്യു, മായയുടെ ഫാദർ, മായ മീൻസ് ദലലുവിൻ്റെ ഫാദർ. ദെൻ മേതിൽ ദേവിക, ദലലുവിൻ്റെ മദർ ആനി. ദെൻ ധ്രുവൻ ശങ്കർ, ജേക്കബ് ദലലുവിൻ്റെ ബ്രദർ, ജേക്കബ് മഞ്ഞുതൻ. ഓക്കെ, സിനിമ നല്ലൊരു സിനിമയാണ്. നല്ല കോമഡിയൊക്കെയുള്ള, നല്ല പാട്ടുകളൊക്കെയുള്ള, കോമഡിയുള്ള, നല്ല രീതിയിൽ നിവിൻ പോളിക്ക് പറ്റിയ, നിവിൻ പോളിയുടെ നമ്മൾ നേരത്തെ കണ്ട സിനിമകളിലൊക്കെയുള്ള ഒരു വടക്കൻ സെൽഫിയും പിന്നെ പ്രേമം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ടൈപ്പ്, അല്ലെങ്കിൽ ഒരു ലവ് ആക്ഷൻ ഡ്രാമ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് നല്ലൊരു കോമഡിയൊക്കെ ഉള്ളൊരു പടമാണ്. നിവിൻ പോളിയുടെ ഒരു സേഫ് സോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രഫേന്ദു ഇന്ദു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റിയ ഷിബു ആണെങ്കിലും ഡെലിലുമായിട്ട് നല്ല രീതിയിലാണ് പെർഫോം ചെയ്തേക്കുന്നത്. പ്രീതി മുകുന്ദൻ സെക്കൻഡ് ഹാഫിൽ ആണ് കൂടുതലും വരുന്നത്. നല്ല രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് പ്രീതി മുകുന്ദൻ. സോങ്സിലേക്ക് പോകുമ്പോൾ ചിരിത്തൊട്ട്, പിന്നെ പുതുമഴ, പിന്നെ വെള്ളാരം താരം, പിന്നെ മായാജാലമേ, ഇങ്ങനെയൊക്കെയാണ് പാട്ടുകളുള്ളത്. ജസ്റ്റിൻ പ്രഭാകരൻ നല്ലപോലെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ പാട്ടുകളും വളരെ ഹിറ്റായ പാട്ടുകളാണ്. എനിക്ക് ഫേവറേറ്റ് വെള്ളാരം താരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻട്രോ സോങ് ആണ്. പിന്നെ പുതുമഴയാണെങ്കിലും ചിരിത്തൊട്ടു ആണെങ്കിലും എല്ലാം നല്ല നല്ല പാട്ടുകളാണ്. മായാജാലമേ. പിന്നെ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ പേര് സർവമായ എന്നാണ്. സോ ഡെലലുവിൻ്റെ ക്യാരക്ടറിൻ്റെ പേരിലാണ് ഈ പടത്തിൻ്റെ പേര് മായ. മായ മീൻസ് മായ, ഡെലുലു മീൻസ് ഇല്യൂഷൻ എന്നാണ്. ഇല്യൂഷൻ, മായ. സോ സർവമായ, ഇറ്റ്സ് എല്ലാം ഒരു മായയാണ്. പിന്നെ ഇതൊരു ഹൊറർ ടച്ചുള്ള ഒരു പടം കൂടിയിട്ടാണ്. ഇതിൽ റിയ ഷിബുവിൻ്റെ ക്യാരക്ടർ ഒരു ഗോസ്റ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗോസ്റ്റ് ആയിട്ട് വരുന്നതെന്നൊക്കെ നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്താണെങ്കിലും കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇനി അധികം പറയാനൊന്നുമില്ല. ഓൾറെഡി സിനിമ ടിവിയിലൊക്കെ വന്ന സിനിമയാണ്. സോ ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. സർവമായ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ തന്നെയാണ്. ഇക്കൊല്ലം ഫസ്റ്റ് കണ്ട സിനിമയാണ്. അതെന്തുകൊണ്ടും നല്ലൊരു സിനിമ ആയിരുന്നു. ഓക്കെ, എനിവേ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ ഇനിയുമുണ്ട് പെൻഡിങ് മൂവീസ്. അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സോ സർവമായ ഇസ് എ വിന്നർ ആൻഡ് അത് ബോക്സ് ഓഫീസിലും വലിയ വിന്നറായിരുന്നു. 150 കോടിയിലധികം കളക്ഷൻ കിട്ടിയ സിനിമയാണ്. നിവിൻ പോളിയുടെ ഒരു ബ്രാൻഡ് കമ്പാക്ക് തന്നെയായിരുന്നു ഈ സിനിമ. ഒപ്പം റിയ ഷിബു, പ്രീതി മുകുന്ദൻ, അങ്ങനെ എല്ലാവരും നല്ലപോലെയാണ് ചെയ്തിട്ടുള്ളത്. അജു വർഗീസ്, നിവിൻ അജു കോംബോ എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആയ സിനിമ തന്നെയാണ്. എനിവേ താങ്ക് യു, ബൈ ബൈ, താങ്ക് യു. നമ്മൾ ഇനിയും അടുത്ത സിനിമ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും കാത്തിരിക്കുക. സർവമായ, ബൈ ബൈ. ഇറ്റ്സ് എ ഇല്യൂഷൻ, ഇറ്റ്സ് എ ഡെല്യൂഷൻ, ബൈ ബൈ.